ഈ അവസരം നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുവാൻ നമുക്ക് ശ്രദ്ധയോടിരിക്കാം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പാകെ ആരംഭിക്കുന്ന വിഷയം ഹഗ്ഗായി പ്രവചനമാണ്. സാധാരണഗതിയിൽ പ്രവചന പുസ്തകങ്ങളുടെ പേര് കേട്ടാൽ മനസ്സ് സ്വിച്ച് ഓഫ് ചെയ്യുന്ന ഒരു പ്രവണതയാണ് നമുക്കെല്ലാവർക്കും. നമുക്ക് വല്ല കഥകളോ അല്ലെങ്കിൽ പുതിയ നിയമത്തിൽ എന്തെങ്കിലും വേദഭാഗം മാത്രമോ അങ്ങനെയൊക്കെ കേട്ടാൽ മതി എന്നുള്ള ഒരു ധാരണ നമ്മളിൽ പലർക്കും ഉണ്ട്. ഒരു പക്ഷേ പഴയ നിയമം തന്നെ ഒരു ഇഗ്നോർഡ് പാർട്ടായിട്ട് നമുക്ക് പൊതുവെ കാണാൻ സാധിക്കും. അതിൽ ഏറ്റവും ഇഗ്നോർഡ് ആയിട്ടുള്ള, അധികം പഠിക്കാത്ത ഒരു മേഖലയാണ് പ്രവചന പുസ്തകങ്ങൾ. അതിൽ ഏറ്റവും ചെറിയ പുസ്തകങ്ങളിൽ ഒരു പുസ്തകമായ ഹഗ്ഗായി ഞാൻ തിരഞ്ഞെടുത്തു. ഈ ക്ലാസ് ഞാൻ ചെയ്യുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഈ ഒരു പുസ്തകത്തിൻ്റെ ഒരു ആമുഖം, ഒരു ഇൻട്രൊഡക്ഷൻ പറയുക എന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ ആഗ്രഹിക്കുന്നത്. ചെറുപ്പം മുതലേ ദുബായിൽ ജനിച്ചു വളർന്നതുകൊണ്ട് എൻ്റെ മനസ്സിൻ്റെ ഭാഷ ഇംഗ്ലീഷ് ആയതുകൊണ്ടും ചില കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് വ്യക്തത കിട്ടണമെങ്കിൽ ആദ്യം ഇംഗ്ലീഷിൽ പറഞ്ഞിട്ട് പിന്നെയാണ് ഞാനത് മലയാളത്തിൽ പറയുന്നത്. അപ്പോൾ അതും നിങ്ങൾ ഈ ഒരു ഡ്യൂറേഷനിൽ ആൻറ്റിസിപ്പേറ്റ് ചെയ്യണമെന്നുള്ളത് ഓർമ്മിപ്പിക്കുകയാണ്. ഇസ്രായേൽ മക്കൾ അല്ലെങ്കിൽ യഹൂദ ദേശം പ്രവാസത്തിൽ പോയി തിരികെ വന്നതിന് ശേഷം എഴുതപ്പെട്ട 3 പുസ്തകങ്ങളിൽ ആദ്യത്തെ പുസ്തകമാണ് ഹഗ്ഗായി. ഹഗ്ഗായി, സക്കറിയ, മലാക്കി എന്നുള്ള ആ ഒരു ഗ്രൂപ്പിൽ ആദ്യത്തെ പുസ്തകമാണ് ഹഗ്ഗായി. ഈ ഒരു പുസ്തകം ഡീറ്റെയിൽ ആയിട്ട് അധ്യായങ്ങളായിട്ട് നമ്മൾ വേർതിരിച്ച് പഠിക്കുന്നതിന് മുമ്പ് ഇതിനെപ്പറ്റി ചില കാര്യങ്ങൾ നമ്മൾക്ക് അറിയേണ്ടത് അനിവാര്യമാണ്. ഒന്നാമതായിട്ട് ഈ പുസ്തകത്തിൻ്റെ എഴുത്തുകാരനെ പറ്റി നമുക്ക് ശ്രദ്ധിക്കാം. ഈ ടൈറ്റിൽ നമ്മളോട് പറയുന്ന പോലെ തന്നെ ഇത് ഹഗ്ഗായി ആണ് എഴുതിയത്. ഹഗ്ഗായി തന്നെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് 1-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിലും 3-ാമത്തെ വാക്യത്തിലും 12-ാമത്തെ വാക്യത്തിലും പിന്നെ 2-ന്റെ 1-ലും 10-ലും അങ്ങനെ മൊത്തത്തിൽ നോക്കിയാൽ 5 തവണ താൻ തന്നെ വിശേഷിപ്പിക്കുന്നത് പ്രവാചകനായിട്ടാണ്. ഈസ് ഐഡൻറ്റിഫൈങ് ഹിംസെൽഫ് ആസ് എ പ്രോഫറ്റ്. 1-ന്റെ 14-ൽ താൻ യഹോവയുടെ ഒരു സന്ദേശവാഹകനായിട്ട്, ഒരു മെസ്സഞ്ചറായിട്ടാണ് താൻ തന്നെ അവതരിപ്പിക്കുന്നത്. ഹഗ്ഗായി എന്ന പേര് നമുക്കിവിടെ മാത്രമല്ല കാണാൻ സാധിക്കുന്നത്. നമ്മൾ തിരികെ എസ്ര എന്ന പുസ്തകത്തിലേക്ക് പോകുമ്പോൾ എസ്രായിൻ്റെ പുസ്തകം 5-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ ഇദ്ദോവിൻ്റെ മകനായ സക്രിയാവിനൊപ്പം നിൽക്കുന്ന ഒരു പ്രവാചകനാണ് ഹഗ്ഗായി. എന്ന് വെച്ചാൽ ഹഗ്ഗായും സക്രിയാവും ഒരേ കാലയളവിൽ ഒരേ ഓഡിയൻസിനോട് സംസാരിച്ച 2 പ്രവാചകന്മാരാണ്. സെറുബാബേലിൻ്റെ നേതൃത്വത്തിൽ പ്രവാസത്തിൽ നിന്ന് വന്ന ആദ്യ കൂട്ടരിൽ ഉള്ള ഒരു വ്യക്തിയാണ് ഹഗ്ഗായി. എന്നാൽ ഈ വ്യക്തിയുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തെ പറ്റിയോ കുടുംബത്തെ പറ്റിയോ നമുക്ക് യാതൊരു അറിവും തിരുവെഴുത്തിലില്ല. ഇതാണ് എഴുത്തുകാരനെ പറ്റിയുള്ള ചില ഡീറ്റെയിൽസ്. രണ്ടാമതായിട്ട്, ഈ പുസ്തകം ആർക്കാണ് എഴുതപ്പെട്ടത്, അല്ലെങ്കിൽ ഇത് ആരാണ് ആദ്യം വായിക്കുന്നത്? നമ്മൾ പലപ്പോഴും തിരുവെഴുത്ത് വായിക്കുമ്പോൾ ഒരു തെറ്റ് ചെയ്യുന്നത് ഇതാണ്. നമ്മളാണ് ഇത് ആദ്യം വായിക്കുന്നത് എന്നുള്ള ഒരു രീതിയിലാണ് നമ്മളിതിനെ സമീപിക്കുന്നത്. എന്നാൽ നമ്മൾ ആദ്യം ഒരു പുസ്തകം വായിക്കുമ്പോൾ ഇത് ആദ്യം ആരാണ് വായിച്ചതെന്നുള്ളത് മനസ്സിലാക്കുകയും അവരുടെ മനസ്സിൽ നിന്നുകൊണ്ട് വേണം കാര്യങ്ങളെ വിശകലനം ചെയ്യാൻ. ഈ പുസ്തകത്തിന് 3 ഓഡിയൻസ് ഉണ്ട്. ഒന്ന് സെറുബാബേൽ എന്ന വ്യക്തിയാണ്. 2 ജോസാദാക്കിൻ്റെ മകനായ യോശിയാവ്, പിന്നെ പ്രവാസത്തിൽ നിന്നും തിരിച്ചു വന്ന ബാക്കിയുള്ളവർ. അപ്പോൾ ഈ 3 വ്യക്തികളെ അല്ലെങ്കിൽ 3 കൂട്ടരെ നമുക്ക് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം. 1-ാമത്തെ വാക്യത്തിൽ തന്നെ സെറുബാബേൽ ആരാണെന്നുള്ളത് വ്യക്തമാക്കുന്നുണ്ട്. ഷെൽത്തിയേലിൻ്റെ മകനായ സെറുബാബേൽ എന്നുള്ളതാണ് ആദ്യത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്. ഇതിനോടുള്ള ബന്ധത്തിൽ കാര്യങ്ങളൊന്ന് വായിച്ച് സഹായിക്കണേ. 1 ദിനവൃത്താന്തം 3-ാമത്തെ അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം. 1 Chronicles chapter 3 verse 17. അതാരെങ്കിലും ഒന്ന് വായിച്ച് സഹായിക്കാമോ? 1 Chronicles 3 verse 17. ഓക്കെ മതി.
1 ദിനവൃത്താന്തം 3:17 ഇവിടെ നമ്മൾ കാണുന്ന ഒരു ഡീറ്റെയിൽ ഉണ്ട്. ജെക്കൊന്യാവിൻ്റെ മകനായിരുന്നു ഷെൽത്തിയേൽ. ഓക്കെ, എന്ന് വെച്ചാൽ സെക്കൊന്യാവിൻ്റെ മകൻ ഷെൽത്തിയേലിൻ്റെ മകൻ സെറുബ്ബാബേൽ. അങ്ങനെ ഒരു കണക്ഷൻ നമ്മൾ നോക്കേണ്ടത് അനിവാര്യമാണ്. പക്ഷെ നമ്മൾ തിരിച്ച് 1 ദിനവൃത്താന്തം 3:17 മുതൽ 19 വരെ ഒന്ന് വായിച്ചു നോക്കിക്കുക. സെക്കൊന്യാവിൻ്റെ മകൻ ഷെൽത്തിയേൽ കഴിഞ്ഞിട്ട് പിന്നെ ആരാ വരുന്നത്? മൽക്കിരാം, പെദയ്യ, ഷെനാസർ, ജക്കമിയ, ഹോശാമ, നദാബിയ. ഇനി ഈ 18ാമത്തെ വാക്യത്തിൽ ഒരു പേരുണ്ട്, പെദയ്യ. പെദയ്യയുടെ മകനാണ് സത്യം പറഞ്ഞാൽ സെറുബ്ബാബേൽ. ജെക്കൊന്യ, ഷെൽത്തിയേൽ, പെദയ്യ, സെറുബ്ബാബേൽ 4 തലമുറയാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഇവിടെ ഹഗ്ഗായിയുടെ പ്രവചനം 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ എന്താ കാണുന്നത്? ഒരു തലമുറ സ്കിപ്പ് ചെയ്തിട്ടാണ് പറയുന്നത്. അത് നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ സെറുബ്ബാബേൽ ഷെൽത്തിയേലിൻ്റെ മകൻ എന്ന് പറയുമ്പോൾ ഉടനെ ഉണ്ടായ മകനല്ല, ഡിസെൻഡൻറ്റ്, ആ തലമുറയിൽ അല്ലെങ്കിൽ ആ വംശാവലിയിൽപ്പെട്ട അടുത്ത ഒരു വ്യക്തി. അപ്പോൾ ഇസഹാക്ക് കഴിഞ്ഞ് യാക്കോബിനെ പരിഗണിക്കുന്നത് അബ്രഹാമിൻ്റെ സന്തതികളിൽ ഒരുവനായിട്ടാണെങ്കിൽ അബ്രഹാമിൻ്റെ നേരിട്ടുള്ള മകനല്ല യാക്കോബ് എന്നതുപോലെയാണ് ഇവിടെ നമ്മളിതിനെ കാണുന്നത്. ഹീസ് എ ഡിസെൻഡൻറ്റ് ഓഫ് ഷെൽത്തിയേൽ. നമ്മൾ ജെക്കോനി എന്നുള്ള പേര് നമ്മൾ 2 രാജാക്കന്മാർ, 2 ദിനവൃത്താന്തം ഇവിടെയൊക്കെ വായിക്കുന്നതാണ്. ജെക്കോന്യാവിൻ്റെ ഗ്രാൻഡ് ഫാദറാണ് യോശിയ രാജാവ്. ഇത്രയും ഞാൻ പറയുന്നതിൻ്റെ കാര്യം, സെറുബ്ബാബേൽ ആക്ച്വലി ആരുടെ വംശാവലിയിൽപ്പെട്ട ഒരാളാണ്? യോശിയാവിൻ്റെ പിൻതലമുറയിലേക്ക് പോയാൽ പിന്നെ ആരാ വരുന്നത്? ദാവീദാണ്. ദാവീദിൻ്റെ വംശാവലിയിൽപ്പെട്ട യോശിയ വരുന്നു. യോശിയാവിൻ്റെ കൊച്ചുമകനാണ് ജെക്കൊന്യാവിൻ്റെ കൊച്ചുമകനാണ് സെറുബ്ബാബേൽ. അപ്പോൾ ആ രാജകീയ വംശാവലി, അതായത് ശലോമോൻ്റെ വംശാവലിയിൽപ്പെട്ട വരുന്ന ഒരു വ്യക്തിയാണ് സെറുബ്ബാബേൽ. ഇദ്ദേഹത്തെ പറ്റി പിന്നീട് മത്തായി സുവിശേഷം 1 നമുക്ക് കാണാം. ഹൂ ഇസ് ഹി? ഇദ്ദേഹം ആരാണെന്നുള്ളതാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ഇദ്ദേഹമാണ് പ്രവാസത്തിൽ നിന്നുള്ള ആദ്യത്തെ ഗ്രൂപ്പിനെ ഇസ്രായേലിലേക്ക് തിരികെ കൊണ്ടുവരുന്നത്. ഹഗ്ഗായിയുടെ 1:1 മറ്റൊരു കാര്യം കൂടെ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയും. ഇദ്ദേഹം യഹൂദയുടെ ആരായിട്ടാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്? നാടുവാഴിയായിട്ടല്ല, ഗവർണറായിട്ടാണ്. പേർഷ്യൻ രാജാവ് ഇദ്ദേഹത്തിന് ഇങ്ങനൊരു ഉത്തരവാദിത്വം കൊടുത്തു എന്നുള്ളത് ഈ പുസ്തകത്തിൽ 4 തവണയാണ് പറഞ്ഞിരിക്കുന്നത്. He's first of all is of the lineage of David, and now he's the governor of Judah. ദാവീദിന്റെ സന്തതി ആയതുകൊണ്ടും താൻ ആ രാജകീയ പരമ്പരയിൽപ്പെട്ട ആളായതുകൊണ്ടും ദേവാലയം നിർമ്മിക്കുവാൻ താൻ യോഗ്യനാണ്. ഇതാണ് സെറുബ്ബാബേൽ എന്ന വ്യക്തിയെപ്പറ്റി നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ. രണ്ടാമതായിട്ട് ഇവിടെ ഇതേ വാക്യത്തിൽ കാണുന്ന 2ാമത്തെ വ്യക്തിയാണ് മഹാപുരോഹിതനായ യോശുവ. ഈസ് ദി ഹൈ പ്രീസ്റ്റ്. നമ്മൾ എസ്ര 3:2-8 വായിക്കുമ്പോൾ നമ്മൾ കാണുന്നൊരു കാര്യമാണ്, തിരിച്ച് യഹൂദ ദേശത്തേക്ക് വന്നതിന് ശേഷം ഒരു യാഗപീഠം പണിഞ്ഞിട്ട് അവിടെ യാഗങ്ങളെ അർപ്പിക്കുവാൻ നേതൃത്വം വഹിച്ച ആളാണ് യോശുവ. ഇനി 3ാമതായിട്ട് 70 വർഷത്തെ പ്രവാസത്തിന് ശേഷം തിരികെ വന്ന ആ ജനക്കൂട്ടത്തെയും ഇവിടെ സംബോധന ചെയ്യുന്നുണ്ട്. അതാണ് ഈ 1ാമത്തെ അധ്യായത്തിലെ 1ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്. ഇനി ഈ പുസ്തകത്തിൽ നമ്മൾ കാണേണ്ട ടൈം ലൈൻ, അതിൻ്റെ ഡേറ്റ്, ഇത് എപ്പോഴാണ് സംഭവിച്ചത്, എപ്പോഴാണ് എഴുതിയത് എന്നുള്ളതിൻ്റെ ഡേറ്റ്, ഏത് വർഷത്തിലാണ് ഈ ഒരു പുസ്തകം എഴുതിയെന്നുള്ളത് ഫസ്റ്റ് വേഴ്സിൽ തന്നെ ഉണ്ട്. ദാര്യാവേഷ് രാജാവിൻ്റെ 2ാം ആണ്ട്, അതായത് ചരിത്രം നോക്കിയാൽ 520 BC, അപ്പോഴാണ് ഇത് എഴുതിയത്. ഈ പുസ്തകത്തിൻ്റെ ഒരു ടൈം ലൈൻ, ദൈർഘ്യം എന്ന് പറയുമ്പോൾ 3 മാസവും 23 ദിവസവും അടങ്ങിയ ഒരു സമയത്തിനുള്ളിലാണ് ദൈവത്തിൻ്റെ അരുളപ്പാട് ഹഗ്ഗായിക്ക് വരുന്നത്. 3 മാസവും 23 ദിവസവും. ഇത് നമുക്ക് എങ്ങനെയാണ് കിട്ടിയത്?
നിങ്ങൾക്ക് പെൻസിലോ പേനയോ ഉണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന വാക്യങ്ങളൊന്ന് മാർക്ക് ചെയ്താൽ അത് കുറച്ചുകൂടി എളുപ്പമാവും. ഒന്നാമത്തെ അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യത്തിലെ ഡേറ്റ് ഒന്ന് നോക്കിക്കേ. എന്താണ് ഡേറ്റ്? ദാര്യാവേശ് രാജാവിൻ്റെ 2ാമത്തെ വർഷത്തിൻ്റെ 6ാമത്തെ മാസത്തിൻ്റെ 1ാമത്തെ ദിവസം, അതായത് 1/6 2nd year of Darius. അതൊന്ന് മാർക്ക് ചെയ്തു. ഇനി അടുത്ത ഡേറ്റ് വരുന്നത് 1ാമത്തെ അധ്യായത്തിൻ്റെ 15ാമത്തെ വാക്യത്തിലാണ്. ഇതിൻ്റെ അവസാനത്തെ വാക്യം അവിടെ എന്താ കാണുന്നത്? 6ാമത്തെ മാസത്തിൻ്റെ 24ാമത്തെ ദിവസം. അതായത് 1ാമത്തെ വാക്യത്തിന് ശേഷം കൃത്യം 23 ദിവസത്തിന് ശേഷമാണ് 15ാമത്തെ വാക്യം നടക്കുന്നത്. ഇപ്പോൾ 23 ദിവസത്തെ കാലയളവ് അവിടെ ഉണ്ട്. ഇനി 2ാമത്തെ അധ്യായത്തിൻ്റെ 1ാമത്തെ വാക്യം അവിടെ എന്താണ് ഡേറ്റ്? 21st of the 7th month. അതായത് ദാര്യാവേശ് രാജാവിൻ്റെ 2ാമത്തെ വർഷത്തിൻ്റെ 7ാമത്തെ മാസത്തിലെ 21ാമത്തെ ദിവസം. ഇനി 10, 18, 20 വാക്യങ്ങളിൽ ഒരു ഡേറ്റ് തന്നെയാണ്, 9ാം മാസത്തിലെ 24ാമത്തെ ദിവസം. ഇത്രയും ഡേറ്റ്സ് നമുക്കിവിടെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് നോക്കിയാൽ ഒരു സ്വാഭാവികമായിട്ടുള്ളൊരു ഔട്ട്ലൈൻ നമുക്ക് ഈ പുസ്തകത്തിൽ നിന്ന് കിട്ടും. എവിടെ തുടങ്ങുന്നു, എവിടെ ഒരു സെക്ഷൻ അവസാനിക്കുന്നു എന്നുള്ളത് എഴുത്തുകാരൻ തന്നെ ഒരു ഔട്ട്ലൈൻ നമുക്ക് തന്നു. ഇതെല്ലാം നമ്മളൊന്ന് ഒരുമിച്ച് നോക്കിയാൽ എസ്ര 5:1 മുതൽ 6ാമത്തെ അധ്യായത്തിൻ്റെ 22ാമത്തെ വാക്യം വരെയുള്ള ആ സമയവും ഈ സമയവും എല്ലാം കോയിൻസൈഡ് ചെയ്യുന്ന ഒരു ടൈമാണ് നമ്മൾ കാണുന്നത്. ഇനി ഈ പുസ്തകത്തിൻ്റെ പശ്ചാത്തലം, ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദിസ് ബുക്ക്. യെരമ്യാവിൻ്റെ പുസ്തകത്തിൻ്റെ 25ാമത്തെ അധ്യായത്തിൻ്റെ 11ാമത്തെ വാക്യത്തിൽ ദൈവം യെരമ്യാവിലൂടെ പറഞ്ഞ കാര്യമാണ് 70 വർഷത്തെ പ്രവാസം നടന്നിരിക്കും. അത് പൂർത്തിയായതിനു ശേഷം നമ്മൾ എസ്രായിൻ്റെ പുസ്തകം 1ാമത്തെ അധ്യായത്തിൽ കാണുന്നത് യഹോവയായ ദൈവം കോരേശ് രാജാവിനെ പ്രേരിപ്പിച്ചു. കോരേശ് രാജാവിൻ്റെ ആദ്യത്തെ വർഷത്തിൽ ഹി സ്റ്റേർഡ് സൈറസ്. അങ്ങനെ ആ ഒരു പ്രേരണ നിമിത്തം കോരേശ് ഒരു പ്രഖ്യാപനം തൻ്റെ രാജ്യത്തിൽ മുഴുവൻ കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കോരേശ് അത് പറയുമ്പോൾ അത് വെറുതെ പറയുന്നൊരു കാര്യമല്ല. യെശയ്യാവിൻ്റെ പുസ്തകം 45ാമത്തെ അധ്യായത്തിൽ കോരേശ് ഉണ്ടാവുന്നതിന് 700 വർഷം മുമ്പ് ദൈവം ഒരു പ്രവചനം അവിടെ കൊടുത്തിരുന്നു. കോരേശിൻ്റെ പേര് പറഞ്ഞ് കൊടുത്തിരുന്നു. ആ യെശയ്യാവ് 45:1 ഇവിടെ എസ്ര 1-ൽ പൂർത്തിയാകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ പ്രഖ്യാപനം, കോരേശ് ഒരു കാര്യം പ്രഖ്യാപിക്കുമ്പോൾ അതെന്തിനെ ചുറ്റിപ്പറ്റിയാണ് ആ ഒരു പ്രഖ്യാപനം നടത്തുന്നത്? കോരേശ് വരുന്നതിന് 70 വർഷം മുമ്പ് ബാബേൽ സാമ്രാജ്യം നശിപ്പിച്ച യെരുശലേം ദേവാലയം നിർമ്മിക്കുവാനുള്ള ഒരു പ്രഖ്യാപനമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കോരേശ് പേർഷ്യയിലായിരിക്കുന്ന യഹൂദന്മാരെ പ്രേരിപ്പിക്കുന്നത് നിങ്ങൾ തിരിച്ച് യെരുശലേമിൽ പോയി ആ മന്ദിരം പുനർനിർമ്മാണം ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ പോകാത്ത അനേകം വ്യക്തികൾ പേർഷ്യൻ സാമ്രാജ്യത്തിലുണ്ട്. അവരോടുള്ള ആഹ്വാനം ഇതാണ്: യെരുശലേമിൽ പോകുന്നവർക്ക് പൊന്ന്, വെള്ളി, അതുപോലെ തന്നെ കന്നുകാലികൾ, യാഗത്തിനുള്ള കാര്യങ്ങളെല്ലാം സപ്ലൈ ചെയ്ത് അവരെ സഹായിക്കുക എന്നുള്ളതാണ് പോകാത്തവരോടുള്ള തൻ്റെ ആഹ്വാനം. അപ്പോൾ ഈ ഒരു പ്രഖ്യാപനം നടന്നതിന് ശേഷം ആദ്യത്തെ കൂട്ടർ പ്രവാസികൾ യെരുശലേമിലേക്ക് മടങ്ങി വന്നു, സെറുബാബേലിൻ്റെ നേതൃത്വത്തിൽ, യോശുവയുടെ നേതൃത്വത്തിൽ. ആ കൂട്ടം ഏകദേശം ഒരു 50,000 പേരോളം ഉണ്ട്, 50,000 പീപ്പിൾ. ഇത് എസ്ര 2:1-2 നമുക്കത് കാണാൻ സാധിക്കും. ഇനി എസ്ര 3:7 മന്ദിരം നിർമ്മിക്കാനുള്ള എല്ലാ മെറ്റീരിയൽസും അവർ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ആ വർഷം 7ാമത്തെ മാസം, അതായത് അവർ തിരിച്ചു വന്ന വർഷത്തിൻ്റെ 7ാമത്തെ മാസം മഹാപുരോഹിതനായ യോശുവയും ബാക്കിയുള്ളവരും ഇസ്രായേൽ ദൈവത്തിന് ഒരു യാഗപീഠം പണിത് അവിടെ ഹോമയാഗങ്ങൾ അർപ്പിച്ചു. അങ്ങനെ കൂടാര പെരുന്നാൾ അവിടെ ആചരിച്ച് 7 ദിവസം അവർ ഹോമയാഗങ്ങൾ അർപ്പിച്ചു. എന്നാൽ മന്ദിരത്തിൻ്റെ അടിസ്ഥാനം അന്നിട്ടിട്ടില്ല. ദ ഫൗണ്ടേഷൻസ് ഓഫ് ദി ടെമ്പിൾ ഹാഡ് നോട്ട് ബീൻ ലേഡ്. അവർ വന്ന് 2 വർഷത്തിന് ശേഷം
ആ 2-ാമത്തെ വർഷത്തിൻ്റെ 2-ാം മാസത്തിൽ അടിസ്ഥാനം ഇട്ടു. സെറുബ്ബാബേലും ബാക്കിയുള്ളവരും അടിസ്ഥാനമിട്ട് വർക്ക് തുടങ്ങി. അടിസ്ഥാനം ഇട്ടപ്പോഴാണ് ഒരുപാട് നിലവിളി അവിടെ ഉണ്ടായത്. പക്ഷെ ഇത് പണി തുടങ്ങിയപ്പോഴാണ് യെരുശലേമിൻ്റെ അല്ലെങ്കിൽ യഹൂദയുടെയും ബെന്യാമിൻ്റെയും ശത്രുക്കൾ കൗശലത്തിൽ വന്ന് ഇവരുടെ കൂടെ പണിയുന്ന കാര്യത്തിൽ സഹായിക്കാമെന്ന് പറഞ്ഞ് ഇവരെ സ്വാധീനിക്കാൻ നോക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഇവരതിന് വഴങ്ങുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവർക്കെതിരെ ആലോചനക്കാരെ വിളിച്ച് ഇവരുടെ ഈ ഒരു പ്രയത്നത്തിനെ തടസ്സപ്പെടുത്തുവാൻ അവർ ശ്രമിച്ചു. അങ്ങനെ കോരേശ് രാജാവിൻ്റെ നാളുകൾ മുഴുവൻ, അതിനുശേഷം ദാര്യാവേശ് രാജാവിൻ്റെ നാളുകൾ മുഴുവൻ ആ ഒരു എതിർപ്പ് നടന്നതിന് ശേഷം 516 BC മുതൽ 520 BC വരെ ആ പണി തടസ്സപ്പെടുത്തുവാൻ ഇടയായി. എന്ന് വെച്ചാൽ 16 കൊല്ലം, for 16 years the work of the temple was in a standstill. ഈ 16 വർഷത്തിന് ശേഷമാണ് ദൈവം 2 പ്രവാചകന്മാരെ കൊണ്ടുവരുന്നത്, ഹഗ്ഗായും സക്കറിയാവും. യഹൂദയിലും യെരുശലേമിലുള്ള യഹൂദന്മാരുടെ അടുത്ത് പ്രവചനം കൊടുക്കുവാനാണ് ദൈവം ഇവരെ ഉയർത്തിയത്. So now we ask the question, why was the rebuilding of the temple important? ഈ മന്ദിരം പിന്നെയും നിർമ്മിക്കാനുള്ള ആവശ്യകത എന്താണ്? ഞാനൊരു 8 കാരണം പറയാം. I'll give you 8 reasons for why this is important. Firstly, the temple and the tabernacle is the place where God dwelt among his people that he chose. ദൈവം തിരഞ്ഞെടുത്ത തൻ്റെ ജനത്തിൻ്റെ ഇടയിൽ ആണ് താൻ താമസിക്കുന്നത്. അതിൻ്റെ സ്ഥലമാണ് മന്ദിരം. This is the place where God chose to dwell. God's glory dwelt among his people. ദൈവത്തിൻ്റെ ജനത്തിൻ്റെ മധ്യേ ദൈവത്തിൻ്റെ മഹത്വം വസിക്കുന്നു. അതുകൊണ്ട് മന്ദിരം ഒന്നുകൂടെ പണിയണം. രണ്ടാമതായിട്ട്, സെക്കൻഡ്ലി, ഇസ്രായേൽസ് ഇയർലി ഫെസ്റ്റിവൽസ് ആൻഡ് അഗ്രികൾച്ചറൽ കാലണ്ടർ സെൻറ്റർ അറൗണ്ട് ദർ ത്രീഫോൾഡ് അറൈവൽ അറ്റ് ദ ടാബർനാക്കിൾ ആൻഡ് ദ ടെമ്പിൾ. ഒരു വർഷം ഇസ്രായേൽ മക്കൾ 3 തവണയാണ് മന്ദിരത്തിൽ വരുന്നത്. പെസഹയുടെ സമയത്ത്, പെസഹയുടെയും പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ഉത്സവത്തിൻ്റെ സമയത്ത്, പിന്നെ അത് കഴിഞ്ഞൊരു 2 മാസത്തിന് ശേഷം പെന്തക്കോസ്ത് ഉത്സവത്തിൻ്റെ സമയത്ത്, അത് കഴിഞ്ഞ് 7-ാമത്തെ മാസം കൂടാരപ്പെരുന്നാളിൽ. നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ ഈ ഒരു ടൈം പീരീഡ് എന്തിനാണ് ദൈവം കൊടുത്തതെന്ന്? 3 തവണ, വർഷത്തിൽ 3 തവണ ഇങ്ങനെ യെരുശലേമിൽ എല്ലാവരും ഒത്തുകൂടണമെന്നുള്ളത് എന്തിനാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ടോ? പെസഹയുടെ സമയത്താണ് ബാർലി ഫെസ്റ്റിവൽ അല്ലെങ്കിൽ ബാർലി ഹാർവെസ്റ്റ്, യവത്തിൻ്റെ കൊയ്ത്ത് നടക്കുന്നത്. പെന്തക്കോസ്ത് നാളിലാണ് ഗോതമ്പിൻ്റെ കൊയ്ത്ത് നടക്കുന്നത്. കൂടാരപ്പെരുന്നാളിൻ്റെ സമയത്താണ് ഒലിവ്, പോമോഗ്രാനൈറ്റ് അങ്ങനെ മുതലായ കൃഷിയുടെ വിളവ് നടക്കുന്നത്. അപ്പോൾ ദൈവം കൊടുക്കുന്ന ഈ കാർഷിക അനുഗ്രഹങ്ങൾ, ആ മഹത്വം കൊടുക്കാൻ വേണ്ടിയിട്ട് ദൈവം ഒരു കലണ്ടർ വെച്ചിട്ടുണ്ട്. ആ കലണ്ടർ എന്ന് പറയുമ്പോൾ പെസഹ, പെന്തക്കോസ്ത്, കൂടാരപ്പെരുന്നാൾ എന്നീ 3 സ്ഥലങ്ങളിൽ ഇവരെല്ലാവരും ഒത്തുകൂടി അത് ദൈവത്തിനായിട്ട് സമർപ്പിക്കുവാനും ദൈവത്തിനെ ഓർക്കുവാനും വേണ്ടിയിട്ടാണ് ദൈവം അങ്ങനൊരു കലണ്ടർ വച്ചിരിക്കുന്നത്. അതെല്ലാം ചുറ്റിപ്പറ്റി നിൽക്കുന്നത് എവിടെയാണ്? സമാഗമന കൂടാരം ഉണ്ടായിരുന്നപ്പോൾ അവിടെ, അതിനുശേഷം മന്ദിരം വന്നപ്പോൾ അവിടെ. അപ്പോൾ ഇതെല്ലാം ഇനിയും നടക്കണമെങ്കിൽ എന്ത് വേണം? മന്ദിരം വേണം. ദ ടെമ്പിൾ ഇസ് നെസസറി. മൂന്നാമതായിട്ട്, thirdly, their worship of God as a community and their atonement for sins that happen once in a year occurred at the temple. ഒരു സമൂഹം എന്ന നിലയിൽ അവരുടെ ആരാധന, ദൈവത്തോടുള്ള അവരുടെ ആരാധന, അതോടൊപ്പം തന്നെ വർഷത്തിലൊരിക്കൽ മഹാപുരോഹിതൻ അതിവിശുദ്ധ സ്ഥലത്ത് പോയി തനിക്കും ജനത്തിനും പ്രായശ്ചിത്തം ഒരുക്കുന്നത് അതെവിടെയാണ്? അതും മന്ദിരത്തിലാണ്. അതുകൊണ്ട് തന്നെ അവരുടെ നിലനിൽപ്പിൻ്റെ ഒരു ഭാഗമായിട്ട് മന്ദിരം അവിടെ കൂടിയേ തീരും. ഇതാണ് മൂന്നാമത്തെ കാരണം. For the fourth reason, the glory of Yahweh had departed from Solomon's temple. നമുക്കിതിനോടുള്ള ബന്ധത്തിൽ എസെക്കിയേലിൻ്റെ പുസ്തകം 10-ാമത്തെ അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം വായിക്കാം. ബുക്ക് ഓഫ് എസെക്കിയേൽ ചാപ്റ്റർ 10 വേഴ്സ് 18. ആരെങ്കിലും ഒന്ന് വായിച്ച് സഹായിക്കാമോ? പിന്നെ യഹോവയുടെ മഹത്വം ആലയത്തിന്റെ ഉൾപ്പിടി വിട്ട് പുറപ്പെട്ട് കെരൂബിന്മേൽ വന്നു നിന്നു. യെസ്.
നമ്മളിവിടെ വായിക്കുന്നത് യഹോവയുടെ മഹത്വം അന്നുണ്ടായിരുന്ന ശലോമോന്റെ ദേവാലയത്തിൽ നിന്നും പോയി. എന്തുകൊണ്ടാണ് പോയത്? ഇറ്റ്സ് ബിക്കോസ് പീപ്പിൾസ് ഹാർട്ട്സ് ഹാഡ് ബീൻ കറപ്റ്റ് ഇൻ സിൻ. പാപത്തിൽ ജനങ്ങളുടെ ഹൃദയം മലിനപ്പെട്ടു പോയിരിക്കുന്നു. അതുകൊണ്ട് അവിടുന്ന് ദൈവത്തിൻ്റെ മഹത്വം പോയി. ആൻഡ് ദ ടെമ്പിൾ ഇസ് ഡിസ്ട്രോയ്ഡ്. ദൈവത്തിന് മഹത്വമില്ലാത്ത മന്ദിരം പിന്നീട് നശിക്കപ്പെട്ടു. പക്ഷേ എസെക്കിയേൽ 10 നമ്മൾ വായിച്ച് ഈ ഭാഗത്തിന് ശേഷം പിന്നീട് 40 മുതൽ 48 നമ്മൾ കാണുന്നത് എന്താ? ഭാവിയിൽ വരുവാൻ പോകുന്ന ഒരു മന്ദിരത്തിൻ്റെ ഒരു ദർശനം എസെക്കിയേലിന് കിട്ടി. യഹോവയുടെ സാന്നിധ്യവും മഹത്വമുള്ള ഒരു ആരാധനാലയം, ഒരു മന്ദിരം എസെക്കിയേൽ കണ്ടു. അപ്പോൾ അത് നടക്കണമെങ്കിൽ എസെക്കിയേൽ 36 അധ്യായത്തിൽ ചില കാര്യങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് നടക്കണം. ചിതറിപ്പോയ വ്യക്തികളെ ദൈവം തിരികെ കൊണ്ടുവരണം. ആ ഓർഡർ നോക്കണം. ജനം പാപത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ദൈവത്തിൻ്റെ ആത്മ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വം അവിടുന്ന് പോകുന്നു. ആ മന്ദിരത്തെ നശിപ്പിച്ചിട്ട് ജനത്തെ ചിതറിക്കുന്നു. പിന്നീട് ഈ മന്ദിരം വരുന്നതിന് മുമ്പ് ഒരു കാര്യം നടക്കണം. അതാണ് എസെക്കിയേൽ 36 22 മുതൽ 28 നമ്മൾ കാണുന്നത്. അവിടെ ചുരുക്കി പറയാം, ദൈവം ഒരു കാര്യം അവരോട് ചെയ്യുന്നു. ദൈവം അവരെ ചിതറിച്ച സ്ഥലങ്ങളിൽ നിന്നെല്ലാം തിരികെ കൊണ്ടുവന്ന് അവരുടെ പാപങ്ങളെ ക്ഷമിച്ച് അവരുടെ ഹൃദയത്തെ പുതുതാക്കി അവർക്കൊരു പുതിയ ആത്മാവിനെ കൊടുത്ത് അവരുടെ ഹൃദയത്തെ എല്ലാം ദൈവം മാറ്റി, കല്ലുകൊണ്ടുള്ള ഹൃദയത്തെ മാറ്റി മാംസമുള്ളൊരു ഹൃദയം കൊടുക്കുന്നു. അങ്ങനെ അവർ ദൈവത്തിൻ്റെ ജനവും ദൈവം അവരുടെ ദൈവമായി തീരും. പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ ഉള്ളപ്പോഴേ പുതിയ മന്ദിരം വരുന്നുള്ളൂ. അതാണ് അവിടുത്തെ കീ. അപ്പോൾ ഒരു പുതിയ മന്ദിരം വരണമെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നടന്നേ പറ്റൂ. അപ്പോൾ ഈ പുതിയ മന്ദിരം, അതായത് യഹോവയുടെ മഹത്വം തിരികെ വരുന്ന മന്ദിരം, അതാണ് ഇസ്രായേലിനെ മറ്റ് രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന കാര്യം. ദിസ് ടെമ്പിൾ ഇൻ വിച്ച് യാഹ്വേസ് ഗ്ലോറി ഡ്വെൽസ് ആൻഡ് റിട്ടേൺസ്, ദിസ് ഇസ് ദ ഡിസ്റ്റിംഗ്വിഷിംഗ് മാർക്ക് ദാറ്റ് സെറ്റ്സ് അപ്പാർട്ട് ഇസ്രായേൽ ഫ്രം ദ റെസ്റ്റ് ഓഫ് ദ നേഷൻസ്. The rebuilding of the temple where God's glory dwells is the proof that God has regenerated them to be His people. ദൈവം ഇവരെ പുതിയ സൃഷ്ടിയാക്കി എന്നുള്ളതിൻ്റെ തെളിവെന്താണ്? ദൈവത്തിൻ്റെ മഹത്വം വസിക്കുന്ന മന്ദിരത്തിൻ്റെ നിർമ്മാണമാണ് ദൈവം അവരെ പുതിയതാക്കി എന്നുള്ളതിൻ്റെ തെളിവ്. ഇതാണ് 4ാമത്തെ കാര്യം. 5ാമത്തെ കാര്യം, നമുക്ക് ദാനിയേലിന്റെ പ്രവചനം 9 അധ്യായം 24 മുതൽ 27 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിക്കാം. ഒന്ന് വായിച്ചേ. ഡാനിയൽസ് പ്രൊഫസി ചാപ്റ്റർ 9 വേഴ്സ് 24 to 27. അതിക്രമത്തെ തടസ്സം ചെയ്ത് പാപങ്ങളെ മുദ്രയിടുവാനും അകൃത്യത്തിന് പ്രായശ്ചിത്തം ചെയ്ത് നിത്യനീതി വരുത്തുവാനും ദർശനവും പ്രവചനവും മുദ്രയിടുവാനും അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുവാനും തക്കവണ്ണം നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും 70 ആഴ്ചയോടെ നിയമിച്ചിരിക്കുന്നു. അതുകൊണ്ട് നീ അറിഞ്ഞ് ഗ്രഹിച്ചു കൊള്ളേണ്ടതെന്നാൽ യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിയുവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ അഭിഷേകത്തിനായൊരു പ്രഭു വരെ 7 ആഴ്ചവട്ടം 62 ആഴ്ചവട്ടം കൊണ്ട് അതിനെ വീതിയും കിടന്നുമായി കഷ്ടകാലങ്ങളിൽ തന്നെ വീണ്ടും പണിയും. 62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് അഭിഷേകത്തിൽ ഛേദിക്കപ്പെടും. അവന് ആരും ഇല്ലെന്ന് വരും. പിന്നെ വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ പതനം നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും. അവന്റെ അവസാനം ഒരു പ്രളയത്തോടെ ആയിരിക്കും. അവസാനത്തോളം യുദ്ധമുണ്ടാകും. ശൂന്യങ്ങളും നിർണയിക്കപ്പെട്ടിരിക്കുന്നു. ഇതെല്ലാം നടക്കണമെങ്കിൽ എന്താണ് വേണ്ടത്? ദ ടെമ്പിൾ, ഇറ്റ് മസ്റ്റ് ബി ദർ. ഇനി 6ാമത്തെ കാരണം, ഗോഡ് ഹസ് അപ്പോയിന്റഡ് സൈറസ് ടു ബിൽഡ് എ ടെമ്പിൾ ഇൻ ജെറുസലേം. എസ്രാ 1:2. കോരേശിനെ ദൈവം യെരൂശലേമിൽ ഒരു മന്ദിരം പണിയുവാൻ നിയോഗിച്ചിരിക്കുന്നു. അപ്പോൾ നിയോഗം നടക്കണമെങ്കിൽ ഇതും നടക്കണം. കോരേശ് അത് നടത്തണമെന്നുള്ളത് ദൈവത്തിൻ്റെ തീരുമാനമാണെങ്കിൽ അത് നടന്നിരിക്കണം. അതാണ് 6ാമത്തെ കാരണം. 7thly, for Jesus to have all the Jewish rituals associated with his birth be fulfilled as per Genesis 17 and Leviticus 12, the temple should be rebuilt. നമുക്കറിയാം,
ലൂക്കോസിന് സുവിശേഷം 2-ാമത്തെ അധ്യായത്തിൽ യേശുവിൻ്റെ ജനനം റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 21-ാമത്തെ വാക്യം മുതൽ 39-ാമത്തെ വാക്യം വരെ അവിടെ തൻ്റെ സർക്കംസിഷൻ, പരിച്ഛേദന നടക്കുന്നു. ഉൽപ്പത്തി 17:9 മുതൽ 14 വരെയുള്ള വാക്യങ്ങളെ അടിസ്ഥാനമാക്കി പരിച്ഛേദന എന്നുള്ള കാര്യം നടന്നു. ലേവ്യ പുസ്തകം 12-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതൽ 8 വരെ കുഞ്ഞുണ്ടായതിനു ശേഷം, അതായത് ഒരു ആൺകുഞ്ഞുണ്ടായതിനു ശേഷം 33 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം മറിയയുടെ ശുദ്ധീകരണം, അതിനോട് ചേർത്തുള്ള ഓഫറിങ്, അത് നടക്കണമെങ്കിൽ എന്ത് വേണം? ഒരു മന്ദിരം ഉണ്ടായേ പറ്റും. ഇനി മലാക്കി പ്രവചനം 3-ാമത്തെ അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ, അതും കൂടെ ഒന്ന് വായിക്കാം. ഇതാണ് 8-ാമത്തെ കാരണം. മലാക്കി ചാപ്റ്റർ 3 വേഴ്സ് 1 and 2. എനിക്ക് മുമ്പായി വഴി നടത്തേണ്ടതിന് ഞാൻ എന്റെ ദൂതനെ അയക്കുന്നു. നിങ്ങൾ അന്വേഷിക്കുന്ന കർത്താവും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിയമദൂതനുമായവൻ പെട്ടെന്ന് തന്നെ മന്ദിരത്തിലേക്ക് വരും. ഇതാ അവൻ വരുന്നു എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. എന്നാൽ അവൻ വരുന്ന ദിവസത്തെ ആർക്ക് സഹിക്കാം? അവൻ പ്രത്യക്ഷനാകുമ്പോൾ ആർ നിലനിൽക്കും? അവൻ ഊതിക്കഴിക്കുന്നവരുടെ തീ പോലെയും അലക്കുന്നവരുടെ ചാരവെള്ളം പോലെയും ആയിരിക്കും. ഓക്കെ, ഈ വായിച്ച ഭാഗത്ത് 1-ാമത്തെ വാക്യത്തിലെ ആദ്യത്തെ ഭാഗം, അത് നമുക്കറിയാം, യോഹന്നാൻ സ്നാപകനെ പറ്റി പറഞ്ഞിരിക്കുന്ന ഒരു പ്രവചനമാണ്. അതിനുശേഷം നിങ്ങൾ അന്വേഷിക്കുന്ന കർത്താവ് എങ്ങോട്ടാണ് വരുന്നത്? അവൻ്റെ മന്ദിരത്തിലേക്ക് വരും. യോഹന്നാന് ശേഷം വരുന്ന യേശു മന്ദിരത്തിൽ വരണമെങ്കിൽ എന്ത് വേണം? മന്ദിരം വരണം. ഇത്രയും കാരണങ്ങളാണ് മന്ദിരം ഉണ്ടാവേണ്ടതിൻ്റെ ആവശ്യകത. These are the reasons, 8 reasons for which the temple must exist. ഇനി ഈ പുസ്തകത്തിലെ അടുത്ത കാര്യം, the themes of this book. ഈ പുസ്തകത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്ന 6 ആശയങ്ങൾ നമുക്ക് വേഗത്തിൽ നോക്കാം. Number 1, there is a direct connection between the emptiness and effectiveness of the result of man's earthly work and the unwillingness to prioritize God and His work. മനുഷ്യൻ്റെ ഭൂമിയിലുള്ള വേലയുടെ ശൂന്യതയും കാര്യക്ഷമത ഇല്ലാത്ത അവസ്ഥയും ഒരു വശത്ത്, ദൈവത്തിൻ്റെ വേലയ്ക്ക് മുൻഗണന കൊടുക്കാത്തതിൻ്റെ ഒരു ചിന്ത മറുവശത്ത്. ഇത് രണ്ടും തമ്മിലൊരു ബന്ധമുണ്ട്. അതായത് മനുഷ്യൻ ചെയ്യുന്ന അധ്വാനത്തിന് ഫലമില്ലാതായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ദൈവത്തിനെയും ദൈവത്തിൻ്റെ വേലയ്ക്ക് മുൻതൂക്കം കൊടുക്കാത്തത് കൊണ്ടാണെന്നുള്ള ഒരു ആശയം ഈ പുസ്തകത്തിൽ ഉണ്ട്. ദാറ്റ്സ് ദ ഫസ്റ്റ് തീം. സെക്കൻഡ് തീം, ദർ ഇസ് എൻ എക്സോർട്ടേഷൻ ടു സെറ്റ് ദ ഹാർട്ട് ടു ദ വിസിബിൾ പ്രസൻസ് ഓഫ് ഗോഡ് ഇൻ ദർ മിഡ്സ്റ്റ്. ഈ ജനത്തോടുള്ള ഒരു ആഹ്വാനമുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രബോധനമുണ്ട്. ആ പ്രബോധനം ഇതാണ്: അവരുടെ ഇടയിൽ ദൃശ്യമായിട്ടുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യം, ആ സാന്നിധ്യത്തിൻ്റെ മേൽ അവരുടെ ദൃഷ്ടിയെ പതിപ്പിക്കുവാൻ, അവരുടെ ഹൃദയത്തെ ആക്കി വെക്കുവാനുള്ള ഒരു പ്രബോധനം ഇവിടെ ഉണ്ട്. ദിസ് ഇസ് ടു ബി ടേക്കൺ സീരിയസ്ലി ആൻഡ് ദേ ഹാവ് ടു അവോയ്ഡ് ബീയിങ് കാഷ്വൽ ഓവർ ദിസ്. ഇത് വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ്. ഇതിനെപ്പറ്റി ഒരു ലാഘവവും അവരുടെ മനസ്സിലുണ്ടാവാൻ പാടില്ല. അത് രണ്ടാമത്തെ ആശയം. The third theme, the constant assurance of God's presence to those who were intimidated by their enemies from building the temple. ദൈവത്തിൻ്റെ മന്ദിരം പണിയുമ്പോൾ സ്വാഭാവികമായിട്ടും ദൈവത്തിന് ശത്രുക്കൾ അതിന് പ്രശ്നം ഉണ്ടാക്കുന്നു. പക്ഷേ ആ പ്രശ്നം ഉണ്ടാക്കുന്നവരുടെ മധ്യത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അവർക്ക് ഉറപ്പ് വരുത്തുന്ന ഒരു തുടർമാനമായിട്ടുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ, അതിവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. Number 4, God will fill His house with His glory and restore the blessings that He had withheld due to His chastening and discipline. ദൈവം തൻ്റെ ഭവനത്തെ തൻ്റെ മഹത്വത്താൽ നിറയ്ക്കും. തൻ്റെ ശിക്ഷാ നടപടിയിലൂടെ, ബാലശിക്ഷയിലൂടെ അവർക്ക് കൊടുക്കാതിരുന്ന എല്ലാ അനുഗ്രഹങ്ങളും തിരികെ കൊടുക്കും. അത് ഇവിടെ നമ്മൾ കാണുന്ന നാലാമത്തെ ആശയമാണ്. The fifth point, God will show His faithfulness to the Davidic covenant by making Zerubbabel like a signet ring. സെറുബാബേലിനെ തൻ്റെ മുദ്രമോതിരം ആക്കുന്നത് പോലെ ദാവീദിനോട് ദൈവം ചെയ്ത ഉടമ്പടി, അത് ദൈവം പൂർത്തീകരിച്ച് തൻ്റെ വിശ്വസ്തതയെ തെളിയിക്കും. 6,
God repeatedly sends his prophets to speak at various intervals after he was silent for 16 years, waiting for them to realize their responsibility. 16 കൊല്ലം അവരുടെ ഉത്തരവാദിത്വം അവർക്ക് സ്വയം ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ദൈവം കാത്തിരുന്നതിന് ശേഷം തൻ്റെ പ്രവാചകന്മാരെ പല ഇടവേളകളിലായിട്ട് ദൈവം അയച്ച് അവരോട് സംസാരിക്കുന്നുണ്ട്. There are 24 different references in this book of Yahweh's word coming, being declared, and what Yahweh says. യഹോവയുടെ വചനം വരുന്നതും പ്രഖ്യാപിക്കപ്പെടുന്നതും യഹോവ പറയുന്നതും എന്നും എല്ലാം കൂടെ കൂട്ടിച്ചേർത്താൽ 24 വ്യത്യസ്ത റെഫറൻസസ് ഈ പുസ്തകത്തിൽ തന്നെയുണ്ട്. പിന്നെയും യഹോവയുടെ അരുളപ്പാട് വന്നുകൊണ്ടിരിക്കുന്നു. 16 വർഷം മിണ്ടാതിരുന്നതിന് ശേഷം ഇപ്പോൾ എന്താ തുടർമാനമായിട്ട് ദൈവം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു തീമും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇനി ഈ ഇൻട്രൊഡക്ഷൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പഠിക്കേണ്ട 2 ലെസൺസ് നമുക്ക് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് ഇന്നത്തെ ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാം. The first lesson coming from this: God's love for his holiness and righteousness and his love and faithfulness to those who are his is what his glory is all about. ദൈവത്തിൻ്റെ മഹത്വം എന്നുള്ള വിഷയം നമ്മൾ ഇവിടെ ഈ പുസ്തകത്തിൽ നോക്കുമ്പോൾ എന്താണ് അതിൽ അടങ്ങിയിരിക്കുന്നത്? തൻ്റെ വിശുദ്ധിക്കും തൻ്റെ നീതിക്കും വേണ്ടിയിട്ടുള്ള ദൈവത്തിൻ്റെ സ്നേഹം, അതോടൊപ്പം തന്നെ തൻ്റേതായിരിക്കുന്ന ജനങ്ങളോടുള്ള തൻ്റെ സ്നേഹവും തൻ്റെ വിശ്വസ്തതയും, ഇതെല്ലാം കൂടി കൂട്ടിച്ചേർത്താലാണ് ദൈവത്തിൻ്റെ മഹത്വം എന്താണെന്നുള്ളത് നമ്മൾ അറിയാൻ സാധിക്കത്തുള്ളൂ. See, God's glory, which we have fallen short of due to our sins, cannot be restored to us until our sins are forgiven, until our hearts are made new, until our spirits are made new. നാം എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ടവരാണ്. നമ്മൾ വീണുപോയവരാണ്. നമുക്ക് നമ്മളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടാതെ, നമ്മളുടെ ഹൃദയത്തെയും ആത്മാവിനും പുതുക്കം വരാതെ, അതായത് ദൈവത്തിനെ ദൈവമായിട്ട് കാണുവാനുള്ളൊരു പുതുക്കം നമ്മളുടെ ഉള്ളിൽ വരാതെ നമുക്ക് ഇതിലേക്ക് യഥാസ്ഥാനപ്പെടുത്തുവാൻ കഴിയില്ല. Until God's Holy Spirit dwells in us in order to cause us to walk in God's ways, we cannot be restored. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളുടെ ഉള്ളിൽ വസിച്ച് നമ്മളെ ദൈവത്തിൻ്റെ വഴിയിൽ നടത്തുവാൻ നമ്മളെ സഹായിക്കാത്തോളം കാലം ദൈവത്തിൻ്റെ മഹത്വത്തിലേക്ക് നമുക്ക് യഥാസ്ഥാനം ഉണ്ടാവുന്നതല്ല. And when these things happen to us by virtue of our wholehearted faith in the life, death and resurrection of Jesus, we are restored slowly but surely to the glory that God has. ക്രിസ്തുവിൻ്റെ ജീവിതവും മരണവും പുനരുദ്ധാനത്തിലും നമ്മളുടെ വിശ്വാസം നാം അർപ്പിക്കുമ്പോൾ എന്താണ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്? നമ്മളുടെ പാപങ്ങളുടെ ക്ഷമ ദൈവം നടപ്പിലാക്കുന്നുണ്ട്. നമ്മളുടെ ഹൃദയവും ആത്മാവിൻ്റെയും പുതുക്കം നടക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് ദൈവം നമുക്ക് തരുന്നുണ്ട്. ഇതെല്ലാം നമ്മളുടെ ഉള്ളിൽ നടക്കുമ്പോൾ പതിയെ ദൈവം നമ്മളെ തൻ്റെ മഹത്വത്തിലേക്ക് ആക്കി തീർക്കുകയാണ്. He is restoring us. And to enter into God's glory, ദൈവത്തിൻ്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ we must first be declared righteous by God with the righteousness that God gives through his Son. ദൈവത്തിൻ്റെ മഹത്വത്തിലേക്ക് നമ്മൾ പ്രവേശിക്കണമെങ്കിൽ തൻ്റെ പുത്രനിലൂടെ ദൈവം നൽകുന്ന നീതിയെ വെച്ച് ദൈവം നമ്മളെ നീതിമാന്മാരായിട്ട് പ്രഖ്യാപിക്കണം. ഇതില്ലാതെ നമുക്കൊരു ബന്ധം ദൈവത്തോട് ഉണ്ടാവുന്നതല്ല. വിത്തൗട്ട് ദിസ് വി ആർ നോട്ട് വെൽക്കം ടു എ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മന്ദിരം അവരുടെ ഇടയിൽ വരണമെങ്കിൽ, ദൈവത്തിൻ്റെ മഹത്വം അവരുടെ ഇടയിൽ വസിക്കണമെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എസെക്കിയേൽ പ്രവചനം 36 നടക്കുന്ന സംഭവങ്ങൾ നടന്നേ പറ്റൂ. റീജനറേഷൻ, സ്പിരിച്വൽ റീജനറേഷൻ, എങ്കിൽ മാത്രമേ ഇത് അവർക്ക് അനുഭവിക്കാൻ സാധിക്കത്തുള്ളൂ. അത് നടന്നതുകൊണ്ടാണ് ഇപ്പോൾ ദൈവം ഈ മന്ദിരത്തിൻ്റെ കാര്യം ഇവരെ ഓർമ്മിപ്പിക്കുന്നത്. നോ, ദ സെക്കൻഡ് ലെസൺ കമ്മിങ് ഫ്രം ദിസ്: God does not allow those who are his to continue in their lack of apathy towards matters that God gives importance to.
ദൈവം പ്രാധാന്യം കൊടുക്കുന്ന കാര്യങ്ങളോടുള്ള അലക്ഷ്യമായിട്ടുള്ള മനോഭാവം ചിലപ്പോൾ ദൈവജനത്തിൻ്റെ ഇടയിലുണ്ടാവും. ഉറപ്പായിട്ടുണ്ട്. ഇന്ന് നമ്മളുടെ ഇടയിലുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ ജനം ആ അലക്ഷ്യ അവസ്ഥയിൽ, ആ ഒരു ആപ്പത്തിയിൽ തുടരുവാൻ ദൈവം അനുവദിക്കത്തില്ല. ഹി വിൽ ഇൻ്റർഫിയർ ഇൻ ദെയർ ലൈഫ്സ്. അവരുടെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടിരിക്കും. ആൻഡ് ഹി വിൽ പ്രൂൺ ദം. അവരെ ചെത്തി വെടിപ്പാക്കും. എന്തുകൊണ്ടാണ്? സോ ദാറ്റ് ദേ വിൽ ബെയർ മോർ ഫ്രൂട്ട് ആൻഡ് ഗ്രോ ഇൻ ദെയർ വാക്ക് വിത്ത് ഗോഡ്. അവർ അധികം ഫലം കായ്ച്ച് ദൈവത്തോടുള്ളവരുടെ വഴികളിൽ വളരുവാൻ വേണ്ടിയിട്ടാണ് ദൈവം ഇത് ചെയ്യുന്നത്. ദ ലാക്ക് ഓഫ് ഗ്രോത്ത് ഇൻ ദർ അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ്. നമ്മളൊന്ന് നോക്കിക്കേ, 1-ാമത്തെ അധ്യായത്തിൽ 6-ാം വാക്യം മുതൽ 11-ാം വാക്യം വരെ ഒന്ന് വേഗത്തിൽ നിന്ന് വായിച്ചേ. നിങ്ങൾ വളരെ വിതച്ചിട്ട് മനുഷ്യനെ കൊണ്ടുവരുന്നുള്ളൂ. നിങ്ങൾ ഭക്ഷിച്ചിട്ട് പൂർത്തി വരുന്നില്ല, പാനം ചെയ്തിട്ടും തൃപ്തി വരുന്നില്ല, വസ്ത്രം ധരിച്ചിട്ടും ആർക്കും കുളിർ മാറുന്നില്ല, കൂലിക്കാരൻ ഓട്ടസഞ്ചി ഇടുവാൻ കൂലി വാങ്ങുന്നു. ഓക്കെ ബ്രദറെ, ഇനി നമുക്ക് 9-ാമത്തെ വാക്യം മുതൽ 11-ാമത്തെ വാക്യം വരെ വായിക്കാം. നിങ്ങൾ അധികം കിട്ടുമെന്ന് കാത്തിരുന്നു, എന്നാൽ അത് അല്പമായി തീർന്നു. നിങ്ങൾ അത് വീട്ടിൽ കൊണ്ടുവന്നു, ഞാനോ അത് ഊതിക്കളഞ്ഞു. അതെന്തുകൊണ്ട്? എന്റെ ആലയം ശൂന്യമായി കിടക്കുകയും നിങ്ങൾ ഓരോരുത്തരും താന്താന്റെ വീട്ടിലേക്ക് ഓടുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്റെ സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. അതുകൊണ്ട് നിങ്ങൾ നിമിത്തം ആകാശം മഞ്ഞു പെയ്യാതെ അടഞ്ഞിരിക്കുന്നു, ഭൂമി അനുഭവം തരുന്നതുമില്ല. ഞാൻ ദേശത്തിന്മേലും മലകളിന്മേലും ധാന്യത്തിന്മേലും വീഞ്ഞിന്മേലും എണ്ണയിന്മേലും നിലത്തെ വിളവിന്മേലും മനുഷ്യരുടെ മേലും മൃഗങ്ങളുടെ മേലും കൈയുടെ സകല പ്രയത്നത്തിന്മേലും വെറുതെ വിളിച്ചു വരുത്തിയിരിക്കുന്നു. ഓക്കെ. ദ ലാക്ക് ഓഫ് ഗ്രോത്ത് ഇൻ ദർ അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ്. അവരുടെ കാർഷികമായിട്ടുള്ള വിളവിലുള്ള വളർച്ചയില്ലായ്മ, ഗണ്യമായിട്ടുള്ള ഒരു കുറവ് അവർക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ദർ ഷോർട്ടേജ് ഓഫ് ദർ ബേസിക് നീഡ്സ് ബീങ് മെറ്റ്. അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ പലപ്പോഴും നിവൃത്തിയാകുന്നില്ല എന്നുള്ളൊരു കാര്യം നമ്മളിവിടെ കാണുന്നുണ്ട്. ദീസ് ആർ ഓൾ വേസ് ഇൻ വിച്ച് ഗോഡ് ഡിമാൻഡ്സ് ദർ അറ്റൻഷൻ ടു ഹിസ് പ്രസൻസ് അമംഗ് ദം. അവരുടെ ഇടയിലുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് അവരുടെ ശ്രദ്ധയെ ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം ഇതെല്ലാം അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നത്. അല്ലെങ്കിൽ അവരത് അറിയത്തില്ല. ഇഫ് ലൈഫ് ഇസ് പ്രോസ്പെറസ് ദേ വുഡന്റ് നോ വേർ ദേ ഹാവ് ഫോളൻ. അവരുടെ ജീവിതത്തിൽ സമൃദ്ധി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവരുടെ കുറവുകളെ കാണുവാൻ അവർക്ക് കഴിയത്തില്ല. ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ഡു സച്ച് ഇൻ്റർവെൻഷൻസ് ഹാപ്പൻ ടു യു വെൻ യു ആർ മൂവിങ് അവേ ഫ്രം ഗോഡ്? നമ്മൾ പതിയെ ദൈവത്തിൽ നിന്നും അകന്നു പോകുമ്പോൾ, ഈ അകൽച്ച പെട്ടെന്നൊരു ദിവസം ഉണ്ടാകുന്നൊരു കാര്യമല്ല. വളരെ സാവധാനമായിട്ടാണ്, നമ്മൾ പോലും അറിയാതെയാണ് നമ്മൾ വഴുതി പോകുന്നത്. പക്ഷെ അങ്ങനെ പോകുമ്പോൾ ഇതുപോലുള്ള ഇടപെടൽ, നമ്മളെ പിടിച്ചു കുലുക്കുന്ന ഒരു ഇടപെടൽ ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് നമുക്കുണ്ടാവുന്നുണ്ടോ? പലരുടെയും ജീവിതം നമ്മളൊന്ന് നോക്കിയാൽ ഒരു രീതിയിലുമുള്ള ഒരു ബാല്യശിക്ഷ അവരുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കത്തില്ല. നമ്മുടെ ഇടയിലുള്ള ആൾക്കാരുടെ കാര്യമാണ് ഞാനീ പറയുന്നത്. ചെയ്യുന്ന തെറ്റുകൾക്കൊന്നും യാതൊരു കൈ കണക്കുമില്ല. അവർക്ക് മാനസാന്തരപ്പെടാനുള്ള യാതൊരു ഉദ്ദേശവുമില്ല. അവരുടെ കാര്യങ്ങളെല്ലാം നല്ല രീതി മുന്നോട്ട് പോകുന്നതുകൊണ്ട് കാര്യമായിട്ടുള്ള നഷ്ടങ്ങളൊന്നും ഭൂമിയിൽ അവർക്ക് ഒട്ടുമില്ല. ആൻഡ് വാട്ട് ഷുഡ് യു തിങ്ക് അബൌട്ട് സച്ച് ഇൻസ്റ്റൻസസ്? അങ്ങനെ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ചില കൂട്ടത്തെ നമ്മൾ കാണുമ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ദാറ്റ് ദർ ഇസ് നോ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദം ആൻഡ് ഗോഡ്. അവർക്കും ദൈവത്തോടും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്നുള്ളതാണ് അതിൻ്റെ കൺക്ലൂഷൻ. പക്ഷേ ദൈവത്തോട് ബന്ധമുള്ള ഒരാളുടെ ജീവിതത്തിൽ ദൈവം വെറുതെ നോക്കിയിരിക്കത്തില്ല. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 16-ാമത്തെ അധ്യായത്തിൽ സാറയുടെ വാക്ക് കേട്ട് അബ്രഹാം ഹാഗാറിനെ വിവാഹം ചെയ്ത് ഇസ്മായിൽ ഉണ്ടായി. ആ അധ്യായം അവസാനിക്കുമ്പോൾ അബ്രഹാമിന് 86 വയസ്സ്. 17-ാമത്തെ അധ്യായം തുടങ്ങുമ്പോൾ അബ്രഹാമിന് 99 വയസ്സ്. 13 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ദൈവം പിന്നെ സംസാരിക്കുന്നത്. ഇവിടെ അത് തന്നെയല്ലേ, 16 വർഷം മിണ്ടാതിന് ശേഷം ദൈവം സംസാരിക്കുന്നു. പക്ഷേ ലോത്തിനടുത്ത് ദൈവം സംസാരിച്ചിട്ടേയില്ല. See that? God has not even spoken to Lot at all. ലോത്തിൻ്റെ ജീവിതം വളരെ ഡിസെൻഡഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ മറുവശത്ത് അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഉടനെയൊന്നും ദൈവം ഇടപെട്ടിട്ടുണ്ടാവില്ല, പക്ഷേ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. As a Christian, you will expect, or you should be expecting God to intervene in your lives when you are going wrong.
If you are a Christian, take heart in the fact that God is interested in your sanctification. നിങ്ങളൊരു ക്രിസ്ത്യാനികളിൽ, ക്രിസ്ത്യാനികൾ യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനികളാണെങ്കിൽ ഈ കാര്യത്തിൽ നിങ്ങൾ സന്തോഷിക്കുക. പ്രത്യേകിച്ച് നമ്മളുടെ ജീവിതത്തിൽ ദൈവം ഇങ്ങനെ ഇടപെടുമ്പോൾ നമ്മളുടെ ശുദ്ധീകരണമാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം. അതിലാണ് ദൈവം പ്രസാദിക്കുന്നത്. He leads you in the paths of righteousness for His name's sake, because He has chosen to identify as your God and you are His. നമ്മുടെ ദൈവമായിട്ട് ദൈവം തന്നെ പരിചയപ്പെടുത്തുന്നത് കൊണ്ടും നാം ദൈവത്തിൻ്റേതായതുകൊണ്ടും ദൈവം നമ്മളെ തൻ്റെ നാമനിമിത്തം നീതിയുടെ പാതകളിൽ നമ്മളെ നയിക്കുന്നു. ഒരു ഇടയൻ തൻ്റെ ആടുകളെ നേർവഴിക്ക് കൊണ്ടുപോകും. നാം ദൈവത്തിൻ്റെതാണെങ്കിൽ നമ്മളെ ദൈവം നേർവഴിക്ക് കൊണ്ടുവന്നിരിക്കും. And when some things happen to you, be sure that they are consequences of your lack of emphasis on what God has prioritized. ചില മോശപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുമ്പോൾ നമുക്ക് ഉറപ്പ് വരുത്താൻ പറ്റുന്നൊരു കാര്യമുണ്ട്. ദൈവം മുൻഗണന കൊടുത്ത ചില കാര്യങ്ങൾ നമ്മൾ മുൻഗണന കൊടുക്കാതിരുന്നത് കൊണ്ടുള്ള ഭവിഷ്യത്തുകളാണ് ഈ അനുഭവിക്കുന്നതെല്ലാം. അത് ചിലപ്പോൾ ഒരു രോഗമായിരിക്കാം, ചിലപ്പോൾ മറ്റുള്ളവരിൽ നിന്നുമുള്ള ഒരു മോശം അനുഭവമായിരിക്കാം. എവിടെ നിന്നാണെങ്കിലും അടി കിട്ടും, ആ കാര്യത്തിൽ ഒരു സംശയമില്ല. You know what? Let me give an application here. പ്രായോഗികമാക്കേണ്ട ഒരു കാര്യം ഞാൻ പറയാം. Sometimes you spend unnecessary time on your mobile phones, and you do that by compromising on the reading of God's word and praying, and also ignoring church attendance and family responsibilities. മൊബൈൽ ഫോൺ എന്നുള്ളത് ഈ കാലഘട്ടത്തിൽ അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ്. പാട് ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല. എവിടെയെങ്കിലും പോയാൽ OTP വരുന്നത് എവിടെയാണ്? മൊബൈൽ ഫോണിൽ. അപ്പോൾ പിന്നെ മൊബൈൽ ഇല്ലാത്തൊരു ജീവിതം നമുക്ക് പറ്റില്ല. ഏത് കാര്യം ഇപ്പോൾ അയക്കുന്നതും മൊബൈൽ ഫോണിൽ കൂടെയാണ്, ഫോട്ടോ എടുക്കുന്നതും എല്ലാം. സോ അത് ഇല്ലാതിരിക്കുന്നതല്ല നമ്മൾ പറയുന്നത്. പക്ഷെ അനാവശ്യമായിട്ടുള്ള സമയം നമ്മൾ മൊബൈൽ ഫോണിൽ ചിലവാക്കുകയും, പ്രത്യേകിച്ച് അത് നടക്കുന്നത് എപ്പോഴാണെന്നറിയോ? ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വായന മാറ്റിക്കൊണ്ട്, പ്രാർത്ഥനയ്ക്കുള്ള സമയം മാറ്റിക്കൊണ്ട്, സഭായോഗങ്ങളെ അലക്ഷ്യമാക്കിക്കൊണ്ട്, കുടുംബ ബന്ധങ്ങളുടെ ഉത്തരവാദിത്വം അലക്ഷ്യമാക്കിക്കൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഇതിലേർപ്പെടുന്നത്. ഇത് ഉപയോഗിക്കുന്നതല്ല, പക്ഷേ ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് ഇത് ഉപയോഗിക്കുന്നതാണ് ഇവിടുത്തെ തെറ്റ്. ഇങ്ങനെ ചെയ്യുമ്പോൾ പലപ്പോഴും എന്താ സംഭവിക്കുന്നത്? യു വിൽ fall into traps that will cost you your peace of mind, emotional well-being, finances, fellowship with believers, love for your family, etc. ഇങ്ങനെ അമിതമായിട്ട് മൊബൈൽ ഫോണിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ, പ്രാധാന്യം കൊടുക്കേണ്ട കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതിരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? പല കെണികളിൽ നമ്മൾ വീണു പോകും. നമ്മളുടെ മനസമാധാനം നഷ്ടപ്പെടുന്ന, നമ്മളുടെ മാനസിക സൗഖ്യത്തെ അതിന് വിള്ളൽ കൊണ്ടുവരുന്ന, നമ്മളുടെ സാമ്പത്തിക നഷ്ടം ഉണ്ടാവുന്ന, അതോടൊപ്പം സഹവിശ്വാസികളുടെ കൂട്ടായ്മയ്ക്ക് കുറവ് വരുത്തുന്ന, കുടുംബത്തോടുള്ള സ്നേഹത്തിന് കുറവ് വരുത്തുന്ന അനേകം സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാവും. See, if you are not of God, you will have no such issues of these things, because your old heart is comfortable with being diverted from God and enjoying Himself. See, ഒരു വ്യക്തി ദൈവത്തിൽ നിന്നും അല്ല എങ്കിൽ ഇതൊക്കെ നടക്കുമ്പോഴും അതൊക്കെ നടക്കും, അതിനെന്താ, അതൊക്കെ സർവ്വസാധാരണമാണ് എന്നൊക്കെ പറഞ്ഞ് അതിനങ്ങ് ലഘൂകരിക്കും. അങ്ങനെ ഒരു റിപ്ലൈ ഉണ്ടെങ്കിൽ എന്താ അതിൻ്റെ അർത്ഥം? നിങ്ങളുടെ ഹൃദയത്തിന് മാറ്റം വന്നിട്ടില്ല എന്നുള്ളതും, ദൈവത്തിൽ നിന്നും നിങ്ങളുടെ മനസ്സിനെ നീക്കി മാറ്റുന്ന ഏത് കാര്യത്തിലും നിങ്ങൾക്ക് സന്തോഷമാണെന്നുള്ളതുമാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങൾ പാപത്തിൽ എൻജോയ് ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങൾ പറയാതെ പറയുന്ന സത്യം. Since your new heart knows that all of these things are not ideal for a believer, you will be led by the indwelling Holy Spirit to set your priorities right with regard to walking with God. നിങ്ങൾക്കൊരു പുതിയ ഹൃദയം ദൈവം നൽകിയിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന ഡിസ്ട്രാക്ഷൻസ് എല്ലാം ഒരു വിശ്വാസിക്ക് ഒതുങ്ങുന്നതല്ല എന്നുള്ളത് നമ്മളുടെ പുതിയ ഹൃദയം നമ്മളെ ബോധ്യപ്പെടുത്തും. നമ്മളുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ്
നമ്മളെ ദൈവത്തോടുള്ള നടപ്പിന് മുൻഗണന കൊടുക്കുന്ന കാര്യത്തിൽ നമുക്ക് എല്ലാ സഹായവും നൽകും. And if you feel the chaos that came in your life was due to neglecting God, come back in humility and repentance. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തെ അവഗണിച്ചത് കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത് എന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് നിങ്ങൾ വരികയാണെങ്കിൽ ഒരു വിനയത്തോടെ, മാനസാന്തരത്തോടെ ദൈവത്തിൻ്റെ വഴികളിലേക്ക് വരിക. ആൻഡ് ഗോഡ് ഇസ് ഗ്രേഷ്യസ് ടു ഫോർഗിവ് യു. നിങ്ങൾക്ക് പാപക്ഷമ നൽകുവാൻ മാത്രം ദൈവം കൃപാലുവാണ്. ഡോണ്ട് സ്റ്റബൺലി ഹോൾഡ് ഓൺ ടു യുവർ സിൻ. പലപ്പോഴും അതാണല്ലോ, പഞ്ചസാര ഒഴിവാക്കണം എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞ ഡോക്ടറെ ഒഴിവാക്കുന്ന സ്വഭാവമാണ് നമുക്കുള്ളത്. അതാണ് നമ്മുടെ സ്ഥായിയായിട്ടുള്ള സ്വഭാവം. പലപ്പോഴും ഹൃദയമാറ്റം വരാത്ത ആൾക്കാർ പാപത്തെ ത്യജിക്കണം എന്ന് പറയുന്ന ആൾക്കാരോടാണ് അവരുടെ വെറുപ്പ് വെക്കുന്നത്. But don't stubbornly hold on to your sin. God will empower you by the Holy Spirit to delight in what God prioritizes. ദൈവത്തിൻ്റെ ആത്മാവിനെ ദൈവം നമുക്ക് തന്നിട്ടുണ്ടല്ലോ. ദൈവം മുൻതൂക്കം കൊടുക്കുന്ന കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുവാനും അതിൽ ആനന്ദിക്കുവാനും ദൈവം നമുക്ക് തൻ്റെ ആത്മാവിലൂടെ സഹായം നൽകി തരും. അതിൻ്റെ തെളിവാണ് ഈ പുസ്തകം. അടുത്ത തവണ നമ്മൾ ഈ പുസ്തകം പഠിക്കുമ്പോൾ, ദൈവം എന്ന് വെച്ചാൽ അടുത്ത ആഴ്ച നമുക്ക് ഒരുമിച്ചിരിക്കുമ്പോൾ ഹഗ്ഗായുടെ പുസ്തകം 1-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതൽ 11-ാം വാക്യം വരെ ഉള്ളതിൻ്റെ ആദ്യ ഭാഗം നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ദൈവം നാം മഹത്വപ്പെടുമാറാകട്ടെ.